നെയ്യാറ്റിൻകരയിൽ താൽക്കാലിക നടപ്പാലം തകർന്നു വീണ് 30ഓളം പേർക്കാണ് പരിക്ക്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച തിരുപ്പുറം ഫെസ്റ്റിലാണ് അപകടമുണ്ടായത്. അപകടത്തിന് കാരണം സംഘാടകരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തിയത് സംഘർഷത്തിന് ഇടയാക്കി. തിങ്കളാഴ്ച രാത്രി 8:30ഓടെയാണ് അപകടമുണ്ടായത്. കന്യാകുമാരി ദേശീയപാതയിലെ പറുത്തിവിളയിൽ നാട്ടുകാർ ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഫെസ്റ്റിൽ പുൽക്കൂടും ദീപാലങ്കാരങ്ങളും വാട്ടർ ഷോയും ഒരുക്കിയിരുന്നു. വാട്ടർ ഷോയിലേക്ക് പോകാനായി നിർമ്മിച്ച താൽക്കാലിക നടപ്പാലമാണ് തകർന്നു വീണത്. വാട്ടർ ഷോ വ്യക്തമായി കാണാൻ കസേര ഒഴിവാക്കി ആളുകൾ പാലത്തിലേക്ക് കയറി നിന്നു. 100ഓളം ആളുകൾ പാലത്തിൽ ഒരുമിച്ച് നിന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഒരു 15 പേര് നിൽക്കേണ്ട പാലത്തിൽ 100-ൽ കൂടുതൽ ആൾക്കാരാണ്. അതിന്റെ സംഘടന സമിതി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഈ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഒരു സംഗതി നടത്തുന്നത്. അങ്ങനെ വന്ന് ഒരു 30 പേര് നിൽക്കേണ്ട ഇതെടുത്ത് ഒരു 150 പേരിൽ കൂടുതലും കുട്ടികളായിരുന്നു. എല്ലാവരും കയറി തപ്പന വന്ന് വീഴുന്നു. ഇവിടെ നിയന്ത്രിക്കാൻ ആരുമില്ല, പഞ്ചായത്തിന്റെ ആരുമില്ല. ഇത്രയും ആള് കയറിയപ്പോ ഒന്നും പറഞ്ഞൊന്നുമില്ലേ? നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു. ആളുകളെ പാലത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും പാലത്തിന്റെ നിർമ്മാണം സുരക്ഷിതമല്ലെന്നും ആരോപിച്ച് നാട്ടുകാരിൽ ഒരു വിഭാഗം രംഗത്തെത്തി. ഇത് നിലവാരം കുറഞ്ഞ തടിയാണ് ഒന്നാമത്തെ വിഷയം. നമുക്ക് കാണുമ്പോൾ അറിയാൻ തന്നെ സാധിക്കും, നിലവാരം കുറഞ്ഞ തടിയാണ്. പിന്നെ ഒരു 10 പേർക്ക് നിൽക്കാന്നുള്ള സ്ഥലത്താണ് 100-ലധികം പേര് നിന്നത്. അതാണ് വിഷയം. ഇതിനെ എതിർത്ത് സംഘാടകരെത്തിയതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലാത്തവർ സമീപത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.